ഹായ് സ്റ്റുഡൻസ്, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ മൊഡ്യൂൾ 1 ആയ പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ജൂലൈ 2021 നടന്ന എക്സാമിൻ്റെ സൊല്യൂഷനാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. മൊഡ്യൂൾ 1 പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ 2 ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ നോക്കാം. ജൂലൈ 2021 നടന്ന എക്സാമിൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യനാണിത്. പ്രൊജക്ഷൻ ഓഫ് സ്ട്രേറ്റ് ലൈൻസിലെ ക്വസ്റ്റ്യൻ വായിക്കാം. The front view of the line MN is 55 mm long. The point M is 15 mm above HP and 20 mm in front of VP. The point N is 35 mm above HP. Draw the projection of the line if its true length is 70 mm. Measure the true inclinations of the line with respect to the reference plane. Okay. ക്വസ്റ്റ്യൻ എല്ലാവരും നന്നായിട്ട് തന്നെ വായിച്ച് മനസ്സിലാക്കണം. ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ MN 55 mm ലോങ് എന്നാണ്. ലൈനിൻ്റെ പേര് MN എന്നാണ് തന്നിട്ടുള്ളത്. ആ ലൈൻ MNൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് 55 mm എന്ന് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ പോയിൻ്റ് M, ഈ ലൈൻ MNൻ്റെ M എന്ന് പറയുന്ന പോയിൻ്റ് 15 mm എബോവ് HP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 15 mm എബോവ് HP യും 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. എബോവ് HP ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്, അതാണ് ഫസ്റ്റ് ക്വാഡ്രൻ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ എബോവ് HP എന്ന് പറയുമ്പോൾ എക്സ് ലൈൻ്റെ മേലെയാണ് നമ്മൾ വരയ്ക്കുക. ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ എക്സ് ലൈൻ്റെ താഴെയാണ് വരയ്ക്കുക. ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ദെൻ പോയിൻ്റ് MNലെ N എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ലൈസ് 35 mm എബോവ് HP എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു സൈഡ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എബോവ് HP യിലാണ് കിടക്കുന്നത്. 35 mm എബോവ് HP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ പറഞ്ഞിട്ടുള്ളത് പ്രൊജക്ഷൻ വരയ്ക്കാനാണ് പറഞ്ഞത്. ഡ്രോ ദ പ്രൊജക്ഷൻ ഓഫ് ദ ലൈൻ ഇഫ് ഇറ്റ്സ് ട്രൂ ലെങ്ത് ഈസ് 70 mm. ലൈൻ MNൻ്റെ ട്രൂ ലെങ്ത്തും തന്നിട്ടുണ്ട് 70 mm ആണെന്ന് തന്നിട്ടുണ്ട്. ദെൻ നമ്മളടുത്ത് കാണാൻ പറഞ്ഞിട്ടുള്ള മെഷർ ദ ട്രൂ ഇൻക്ലിനേഷൻസ് ഓഫ് ദ ലൈൻ വിത്ത് റെസ്പെക്ട് ടു ദ റെഫറൻസ് പ്ലെയിൻ. അതായത് ട്രൂ ഇൻക്ലിനേഷൻസ് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ട്രൂ ഇൻക്ലിനേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റയും ഫൈയും ആണ്. തീറ്റ എന്ന് പറയുമ്പോൾ HP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഫൈ എന്ന് പറയുമ്പോൾ VP ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ആ ആംഗിൾസ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? XY ലൈൻ വരയ്ക്കണു. അതുപോലെ തന്നെ ഈ ഗിവൺ ഡാറ്റാസ് നമ്മളെടുത്ത് എഴുതാണ് ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ XY ലൈൻ വരച്ചു, അതിൻ്റെ നെയിം ചെയ്തു XY എന്ന് എഴുതി. നമ്മൾക്ക് ഇതിൻ്റെ ഗിവൺ ഡാറ്റാസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഫ്രണ്ട് വ്യൂ ഓഫ് എ ലൈൻ MN ആണ് 55 mm തന്നിട്ടുള്ളത്. അപ്പോൾ ഫ്രണ്ട് വ്യൂ ആണ്. അപ്പോൾ നമ്മളിവിടെ ഷോർട്ടായിട്ട് FV എന്ന് കൊടുക്കും. ഫ്രണ്ട് വ്യൂ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ MN നമ്മൾ ഫ്രണ്ട് വ്യൂ നമ്മൾ ഡിനോട്ട് ചെയ്യുക M-N- എന്നാണ് കൊടുക്കുക. അത് എത്രയും തന്നിട്ടുണ്ട്? 55 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ എൻഡ് M എവിടെയാണെന്ന് പറഞ്ഞിട്ട് 15 mm എബോവ് HP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇവിടെ ഞാൻ ആരോ മാർക്ക് 15 mm എന്നിട്ടിട്ട് ആരോ മാർക്ക് മുകളിൽ ഇട്ടിട്ട് HP എന്നിട്ടുണ്ട്, വിച്ച് മീൻസ് എബോവ് HP ആണ്. ഈ ആരോ മാർക്ക് ഞാൻ മുകളിലേക്ക് ഇടാനുള്ള കാരണം XY ലൈൻ്റെ മേലെയാണ്, നമ്മൾ മുകളിലായിട്ടാണ് എന്ത് ഈ 15 mm മാർക്ക് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VPനെ ഞാനിവിടെ ആരോ മാർക്ക് താഴെ ഇട്ടിട്ടാണ് VP എന്ന് എഴുതിയിട്ടുള്ളത്. വിച്ച് മീൻസ് നമ്മൾ XY ലൈൻ വരയ്ക്കുമ്പോൾ XY ലൈൻ്റെ താഴെ 20 mm എടുത്തിട്ടാണ് ഈ പോയിൻ്റ് M നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ N എന്ന് പറയുമ്പോൾ എന്താണ്? എൻ്റെ ലൊക്കേഷൻ തന്നിട്ടുണ്ട് 35 mm എബോവ് HP എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ആരോ മാർക്ക് മുകളിൽ ഇട്ടിട്ട് അതും XY ലൈൻ്റെ മുകളിലാണ് വരിക. ഓക്കെ, ദെൻ ട്രൂ ലെങ്ത് നമുക്ക് തന്നിട്ടുണ്ട് 70 mm. ദാറ്റ് ഈസ് നത്തിങ് MN അല്ലേ. ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. MN എന്ന് പറഞ്ഞ ലൈൻ്റെ ട്രൂ ലെങ്ത് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP ആൻഡ് VP ആണ്. റെഫറൻസ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ HP ആൻഡ് VP ആയിട്ടുള്ള ഇൻക്ലിനേഷൻ ആണ്. ദാറ്റ് ഈസ് തീറ്റ ആൻഡ് ഫൈ ആണ് ഡിറ്റർമൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താ ചെയ്യുക? ആദ്യം ഈ M എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കിവിടെ XY ലൈനിൽ ലൊക്കേറ്റ് ചെയ്യണം. ഇപ്പോൾ ഈ XY ലൈൻ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇതിൽ നിങ്ങൾ കൺവീനിയൻ്റ് ആയിട്ടുള്ള പോയിന്റ് എടുക്കുക. ഇതിലിപ്പോൾ ട്രേസസ് ഒന്നും ചോദിച്ചിട്ടില്ല ഈ ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് ഈ XY ലൈനിൽ കുറച്ച് Xന് ക്ലോസർ ആയിട്ട് ഏകദേശം ഈ റേഞ്ചിലായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഈ M എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാം. അപ്പോൾ M എന്നുള്ള പോയിന്റ് ലൊക്കേറ്റ് ചെയ്ത് എമ്മിൻ്റെ പോയിന്റ്സ് ലൊക്കേറ്റ് ചെയ്ത് M എവിടെയാണ്? 15 mm എബോവ് HP, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP ആണ്. അപ്പോൾ XY ലൈനിൽ നിന്ന് 15 mm മുകളിലേക്ക് എടുത്തു, ഒരു പോയിന്റ് ഇട്ടു. അവിടെ പോയിന്റ് മാർക്ക് ചെയ്തു, M- എന്ന് നമ്മൾ കൊടുത്തു. കാരണം ഫ്രണ്ട് വ്യൂ ആണ് നമുക്ക് കിട്ടുക. എബോവ് HP യിൽ കിട്ടുമ്പോൾ പ്രൊജക്ഷൻ നമുക്ക് VP കിട്ടുക. അപ്പോൾ അതവിടെ ഫ്രണ്ട് വ്യൂ ആണ്. അതേപോലെ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറയുമ്പോൾ 20 mm XY ലൈന് താഴേക്കാണ് എടുത്തിട്ട് അവിടെ പോയിന്റ് ഇട്ടിട്ട് M എന്ന് നമ്മൾ പേര് കൊടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ M- നിന്ന് നമ്മളൊരു ലോക്കസ് വരയ്ക്കണു. M-ൽ നിന്നും ഒരു ലോക്കസ് വരയ്ക്കണു. M- നിന്നും ഒരു ലോക്കസ് വരച്ചു. ദാറ്റ് ലോക്കസ് ഈസ് പാരലൽ ടു
എക്സ് വൈ ലൈൻ ആയിരിക്കും. അതുപോലെ എമ്മിൽ നിന്ന് ലോക്കസ് വരച്ചു, എക്സ് വൈ ലൈൻ്റെ പാരലായിട്ട് ലൈൻ വരച്ചു. മനസ്സിലാവാൻ വേണ്ടി നമ്മൾ നോട്ട് ചെയ്യുന്നു ലോക്കസ് അറ്റ് എം ഡാഷും ലോക്കസ് അറ്റ് എമ്മും കൊടുത്തു. ഇനി അടുത്ത് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പോയിന്റ് എം നമ്മൾ മാർക്ക് ചെയ്തു, അതേപോലെ എൻ നമുക്ക് മാർക്ക് ചെയ്യണം. എന്നിൻ്റെ കേസ് എന്താ പറഞ്ഞിട്ടുള്ളത് 35 mm എബോവ് HP എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, എക്സ് വൈ ലൈൻ്റെ മുകളിലാണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ എം ഡാഷ് എം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്പെസിഫൈ ചെയ്തിട്ട് എക്സ് വൈ ലൈനിൽ ഒരു പോയിന്റിലാണ് മാർക്ക് ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ എക്സ് വൈ ലൈനിൽ ഇവിടെ നമ്മൾ എം ഡാഷ് എം ഇട്ടു. ഈ എൻ നമുക്ക് അങ്ങനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എക്സ് വൈ ലൈനിൽ 35 mm ഡിസ്റ്റൻസിൽ മുകളിലേക്ക് ഒരു മാർക്ക് ഇടണു. ദെൻ ആ 35 mm ഡിസ്റ്റൻസിൽ എന്താണ് ഒരു ലോക്കസ് എക്സ് വൈ ലൈൻ്റെ മുകളിൽ ഒരു ലോക്കസ് വരയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് വൈ ലൈനിൽ നിന്ന് 35 mm ഡിസ്റ്റൻസിൽ എക്സ് വൈ ലൈൻ്റെ മുകളിൽ നിന്ന് 35 ഡിസ്റ്റൻസിൽ പോയിന്റ് ഇട്ടു. ആ പോയിന്റിൽ നിന്ന് എന്താണ് ഒരു ലോക്കസ് വരച്ചു. അതിനെ പേര് കൊടുക്കാം എന്നിൻ്റെ ലോക്കസ് ആണ്. സോ നമുക്കറിയാം ലോക്കസ് അറ്റ് എൻ ആണ്. അപ്പോൾ ഈ ലോക്കസിലാണ് എന്താണ് എൻ ഡാഷ് വരിക എന്നുള്ളത് നമുക്കറിയാം. കാരണം ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യുന്നത് ഈ ലോക്കസിലാണെന്ന് അറിയാം. അപ്പോൾ നമുക്കിവിടെ മാർക്ക് ചെയ്തു ലോക്കസ് അറ്റ് എൻ ഡാഷിന് കൊടുത്തു. ഇത് എക്സ് വൈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത ഡിസ്റ്റൻസ് 35 ആണ്, ആ ഡയമെൻഷനാണ്. ഡയമെൻഷൻ നമ്മൾ കാണിച്ചിട്ടു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ ഈ ലോക്കസ് കിട്ടി. ഈ ലോക്കസ് എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ ലോക്കസ് ആണെന്ന് അറിയാം. അപ്പോൾ ഇവിടെയാണ് എൻ ഡാഷ് ലൊക്കേറ്റ് ചെയ്യാമെന്നറിയാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ നമുക്ക് ഫ്രണ്ട് വ്യൂ തന്നിട്ടുണ്ട്, എം ഡാഷ് എൻ ഡാഷ് ആണ്, അത് 55 mm തന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പോയിൻ്റായ എം ഡാഷ് നമുക്കിവിടെ അവൈലബിൾ ആണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, കോമ്പസ് എടുക്കണോ. കോമ്പസിൽ ഈ 55 mm ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഡിസ്റ്റൻസ് എടുത്തിട്ട് വിത്ത് സെൻറ്റർ എം ഡാഷ് ആൻഡ് ദിസ് 55 mm ആസ് റേഡിയസ്, ആ കോമ്പസിൽ നമ്മൾ ഒരു ആർക്ക് കട്ട് ചെയ്യണം. ഏതിൽ, ഈ ലോക്കസ് അറ്റ് എൻ ഡാഷിൽ കട്ട് ചെയ്യണം. കാരണം ഇതിലാണ് എൻ ഡാഷ് കിട്ടുക എന്നറിയാം. അങ്ങനെ ആർക്ക് കട്ട് ചെയ്യുമ്പോൾ ആർക്ക് കട്ട് ചെയ്തു, ഈ ലോക്കസിൽ കട്ട് ചെയ്തപ്പോൾ ഈ ആർക്കിൽ ഈ ലോക്കസിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റാണ് എൻ ഡാഷ്. ദെൻ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻറ്റും എം ഡാഷും നമ്മൾ എന്തെങ്കിലും കണക്ട് ചെയ്യണു. സോ ദാറ്റ് ഈസ് അവർ ഫ്രണ്ട് വ്യൂ. ആർക്ക് കട്ട് ചെയ്ത പോയിൻ്റ് നമ്മൾ എൻ ഡാഷിന് കൊടുത്തു, ആ പോയിൻറ്റും ഈ എം ഡാഷും കണക്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കിട്ടിയതാണ് എന്ത്, ഫ്രണ്ട് വ്യൂ കിട്ടി. ഓക്കെ, ഫ്രണ്ട് വ്യൂ കിട്ടി. അതോടൊപ്പം തന്നെ നമ്മളിവിടെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണമായിരുന്നു. എമ്മിൻ്റെ ഡയമെൻഷൻ മാർക്ക് ചെയ്യണം 15 mm എബോവ് HP, 20 mm ഇൻ ഫ്രണ്ട് ഓഫ് VP എന്ന് പറഞ്ഞത്. ആ ഡയമെൻഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടു. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കുക. ട്രൂ ലെങ്ത്തും തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇവിടെ ഈ വരച്ചിരിക്കുന്ന ഈ ലോക്കസ് അറ്റ് എൻ ഡാഷ് എന്ന് പറഞ്ഞാൽ വരച്ചിരിക്കുന്ന ഈ ലോക്കസിൽ തന്നെയാണ്. ഇതിപ്പോൾ ഫ്രണ്ട് വ്യൂ ആണിത്. എം ഡാഷ് എൻ ഡാഷ് എന്ന് പറയുന്നത് ഫ്രണ്ട് വ്യൂ ആണ്. ഇതിൽ തന്നെയാണ് എന്ത് ലൈ ചെയ്യുക, ട്രൂ ലെങ്ത്തും ഈ ലോക്കസിൽ തന്നെയാണ് കിടക്കുക. ട്രൂ ലെങ്ത്തിൻ്റെ ഒറിജിൻ ഇവിടെ എം ഡാഷ് തന്നെയായിരിക്കും. ദെൻ N1 ഡാഷ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ട്രൂ ലെങ്ത്തിൻ്റെ പ്രൊജക്ഷൻ കാണിക്കുകയാണെങ്കിൽ അതും ഈ സെയിം ലോക്കസിലാണെന്ന് അറിയാം. അപ്പോൾ നമുക്കിവിടെ ട്രൂ ലെങ്ത്ത് 70 mm ആണ് തന്നിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്, സെയിം പ്രൊസീജിയർ ചെയ്യുന്നു. കോമ്പസ് എടുക്കുന്നു. കോമ്പസ് എടുത്തിട്ട് 70 mm കോമ്പസിൽ നമ്മൾ റേഡിയസ് സെറ്റ് ചെയ്യണു. ദെൻ എം ഡാഷിൽ കോമ്പസ് പ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്യണു, ഇതിൽ ഈ സെയിം ലോക്കസ് അറ്റ് എൻ ഡാഷിൽ തന്നെ വീണ്ടും ഒരു ആർക്ക് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ ആർക്ക് കട്ട് ചെയ്തപ്പോൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്ത പോയിൻ്റ് ഉണ്ട്. ആ പോയിന്റിൽ നിന്ന് ഈ എം ഡാഷിലേക്ക് നമ്മൾ ലൈൻ കണക്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടി, നമുക്ക് ട്രൂ ലെങ്ത് കിട്ടി. അപ്പോൾ ആദ്യം വരച്ച എം ഡാഷ് എൻ ഡാഷ് എന്താണ്, ഫ്രണ്ട് വ്യൂ ആണ്. ഇവിടെ എം ഡാഷ്, ഇതിന് നമുക്ക് പേര് കൊടുക്കണം, N1 ഡാഷിന് കൊടുക്കാം. N1 ഡാഷിന് കൊടുത്തു. അതെന്താണ്, ട്രൂ ലെങ്ത് ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കറിയാം ലൈനിൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ അറിയാം. ഇതൊരു ട്രൂ ലെങ്ത് ആണ്. ഇവിടെ ഇപ്പോൾ ഒരു ആംഗിളിലാണ് ഇൻക്ലൈൻഡ് ആയിട്ടുള്ളത്. ഈ ആംഗിളാണ് ഈ ട്രൂ ലെങ്ത് എക്സ് വൈ ലൈനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ എന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ തീറ്റ എന്നറിയാം. അപ്പോൾ ഈ ട്രൂ ലെങ്ത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ നമുക്ക് കിട്ടും. അതെങ്ങനെയാണ്, എക്സ് വൈ ലൈനിന് താഴെയായിട്ട് എക്സ് വൈ ലൈനിൻ്റെ പാരലായിട്ടുള്ള പ്രൊജക്ഷനാണ് കിട്ടുക. അപ്പോൾ ഇത് ട്രൂ ലെങ്ത്തിൻ്റെ ഫ്രണ്ട് വ്യൂ ആണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ ടോപ്പ് വ്യൂ കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ഇവിടെ എം ഡാഷ് എന്നുള്ള പ്രൊജക്ഷൻ ഇവിടെ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, എം എന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ N1 ഡാഷ് എന്നുള്ള പ്രൊജക്ഷൻ നമ്മൾ താഴേക്ക് വരയ്ക്കുകയാണ്. അപ്പോൾ N1 ഡാഷിൽ നിന്ന് നമ്മളൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. ഏത് വരെ വരയ്ക്കണം, ഈ ലോക്കസ് അറ്റ് എം വരെ വരച്ചു. അപ്പോൾ ഇവിടെ ലോക്കസ് അറ്റ് എമ്മിൽ ആ പ്രൊജക്ടർ ഇൻ്റർസെക്റ്റ് ചെയ്തു. അതിന് നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ N1 ഡാഷ് ആണ്. സോ ഇവിടെ നമുക്ക് N1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ N1 ഡാഷ് എന്ന് കിട്ടിയില്ലേ, അത് നമ്മൾ തിക്കൻ ചെയ്യുക. ഇതാണ് ഈ N1 ഡാഷ് ആണ് എന്ത്, ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ എന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ N1 ഡാഷ് നമ്മൾ ഡാർക്ക് ചെയ്തു. അതാണ് എന്ത്, ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ. ഇപ്പോൾ ഇവിടെ നമുക്ക് ഇവിടെ ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ടല്ലോ, അതേപോലെ ടോപ്പ് വ്യൂ ഉണ്ടാവുമല്ലോ ഇവിടെ താഴെ. ആ ടോപ്പ് വ്യൂവിൻ്റെ ലെങ്ത് ആണ് നമുക്കിവിടെ N1 എന്ന് കിട്ടിയത്. കാരണം കോൺസെപ്റ്റ് എന്താണ്, ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഈ ടോപ്പ് വ്യൂ എങ്ങനെയാണ്, ഇവിടെ ട്രൂ ലെങ്ത് ഉണ്ട്. ആ ട്രൂ ലെങ്ത്തിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രൊജക്ഷൻ നമുക്ക് എന്താണ്, എക്സ് വൈ ലൈനിൻ്റെ പാരലായിരിക്കും എന്നറിയാം. ഇവിടെ ടോപ്പ് വ്യൂ ലൈ ചെയ്യുന്നത് എങ്ങനെ, എക്സ് വൈ ലൈനിൻ്റെ പാരലായിട്ടാണ്. അതിന് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് നമുക്ക് പ്രൊജക്ഷൻ കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ടോപ്പ് വ്യൂവിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ലൈൻ റൊട്ടേഷൻ മെത്തേഡ് ആണല്ലോ നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ടോപ്പ് വ്യൂവിനെ ഒന്ന് കിട്ടണം. അപ്പോൾ ടോപ്പ് വ്യൂ കിട്ടണമെങ്കിൽ നമുക്ക് അറിയേണ്ട കാര്യം എന്താണ്, ഇവിടെ ഫ്രണ്ട് വ്യൂ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അല്ലേ. ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂ എന്താണ്, സെയിം പ്രൊജക്ടേഴ്സിലേക്കും ലൈ ചെയ്യുക. ഇപ്പോൾ ഇവിടെ നോക്കുക, M ഡാഷ് M സെയിം പ്രൊജക്ടറിലാണ് അല്ലേ. ഇതാണ് ഈ പ്രൊജക്ടർ.
ഈ കാണിക്കുന്നതാണ് പ്രൊജക്ടർ. എം ഡാഷ് എമ്മും സെയിം പ്രൊജക്ടറിൽ. അതേപോലെ ഇവിടെ എൻ ഡാഷ് ഉണ്ടെങ്കിൽ ഈ എൻ ഡാഷ് എന്ന് വരുന്ന പ്രൊജക്ടറിൽ തന്നെയായിരിക്കും എന്ത് കിടക്കുക, എൻ കിടക്കുക അല്ലേ. ഫ്രണ്ട് വ്യൂ എം ഡാഷ് എൻ ഡാഷ് ആണെങ്കിൽ ടോപ്പ് വ്യൂ എം എന്നാണ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണു, ഈ എൻ ഡാഷിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണു, ഒരു വെർട്ടിക്കൽ പ്രൊജക്ടർ നമ്മൾ താഴോട്ട് വരയ്ക്കുകയാണ്. എൻ ഡാഷിൽ നിന്നൊരു വെർട്ടിക്കൽ പ്രൊജക്ടർ താഴോട്ട് വരച്ചു. താഴോട്ടാണ് വരച്ചതെന്ന് കാണിക്കാൻ ഈ ആരോ മാർക്ക് ഇവിടെ കാണിച്ചിട്ടുള്ളത്. താഴോട്ട് ഒരു പ്രൊജക്ടർ വരച്ചിട്ടു. അപ്പോൾ നമുക്കറിയാം ഈ പ്രൊജക്ടറിലാണ് എന്ത്, ഈ വരച്ച ഈ വെർട്ടിക്കൽ പ്രൊജക്ടറിലാണ് ടോപ്പ് വ്യൂ ലൈ ചെയ്യാമെന്ന് പറയാം. ഇപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ അറിയോ, ടോപ്പ് വ്യൂ നമുക്കറിയാം, ലെങ്ത് ഓഫ് ടോപ്പ് വ്യൂ അറിയാം, M(n1) നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കോമ്പസ് എടുത്തിട്ട് എമ്മിൽ ഫിക്സ് ചെയ്യണു. M(n1) റേഡിയസ് ആയിട്ട് കോമ്പസ് എടുക്കണു. ദെൻ ആ കോമ്പസിന് ഒരു ആർക്ക് നമ്മൾ ഈ വരച്ച എൻ ഡാഷിൽ നിന്ന് താഴോട്ട് വരച്ച പ്രൊജക്ടറിലേക്ക് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ഇൻ്റർസെക്റ്റ് ചെയ്യല്ലോ. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ആണ് എന്ത്, എൻ. കാരണം എൻ ഡാഷ് ആണല്ലോ, എൻ ഡാഷിൻ്റെ പ്രൊജക്ഷൻ അല്ലേ ഇത്, എൻ എന്ന് കിട്ടും. ആ എന്നും ഈ എമ്മും തമ്മിൽ കണക്ട് ചെയ്താൽ നമുക്ക് എന്തായി, ടോപ്പ് വ്യൂ ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, M(n) കോമ്പസ് എടുത്തു, എം സെൻറ്റർ ആക്കിയിട്ട് M(n1) എടുത്തു, ആർക്ക് കട്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞ പ്രൊജക്ടറിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു, പോയിൻ്റ് കിട്ടി. ആ പോയിൻ്റാണ് എൻ. ആ എന്നും എമ്മും കണക്ട് ചെയ്തു. ദിസ് ഈസ് അവർ ടോപ്പ് വ്യൂ. ഓക്കെ, ഇനി അതേപോലെ ഇവിടെ എന്താണ്, നമുക്ക് ഇവിടെ നമ്മൾ വരച്ചിട്ടുണ്ട് M(n1) വരച്ചിട്ടുണ്ട്. ഈ M(n1) കൊണ്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് ഈ M(n1) മേക്ക് ചെയ്യാൻ ആംഗിൾ എത്രയെന്ന് മെഷർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീറ്റ കിട്ടും. അതേപോലെ നമുക്ക് ഫൈയും ചോദ്യത്തിൽ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ട്രൂ ലെങ്ത് കാണണമല്ലോ. ട്രൂ ലെങ്ത് കാണണമെങ്കിൽ എന്താണ്, ഇവിടെ എൻ കിട്ടിയല്ലോ, എൻ കിട്ടി. അപ്പോൾ എന്നിൽ നിന്ന് നമുക്ക് എന്താണ്, ഒരു ലോക്കസ് വരയ്ക്കുക. അതാണ് ലോക്കസ് അറ്റ് എൻ എന്ന് കൊടുക്കാം. ഇതേ സെയിം ലോക്കസിൽ തന്നെയാണ് ട്രൂ ലെങ്ത്തും കിടക്കുക അല്ലേ. ട്രൂ ലെങ്ത് നമുക്ക് ഓൾറെഡി ക്വസ്റ്റനിൽ തന്നത് 70 mm തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കോമ്പസിൽ 70 mm എടുക്കണു. ആ കോമ്പസ് എമ്മിൽ കൊണ്ട് പ്ലേസ് ചെയ്യണു. സെൻറ്റർ പ്ലേസ് ചെയ്തിട്ട് ആ 70 mm റേഡിയസിൽ നമ്മൾ ഈ ലോക്കസ് അറ്റ് എന്നിൽ കട്ട് ചെയ്യണു. കട്ട് ചെയ്യുമ്പോൾ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഉണ്ടാകും. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എമ്മും തമ്മിൽ കണക്ട് ചെയ്യുമ്പോൾ അതാണ് ആ ട്രൂ ലെങ്ത്ത്. ആ ട്രൂ ലെങ്ത്ത് ഇവിടെ ഈ ലോക്കസ് ആയിട്ട് മേക്ക് ചെയ്യാൻ ആംഗിളാണ് എന്ത്, ഫൈ അല്ലേ. ആ പറഞ്ഞ പോലെ പ്രൊസീജിയർ 70 mm എടുത്തു, ഈ ലോക്കസിൽ കട്ട് ചെയ്തു, എൻ്റെ പോയിൻ്റ് കിട്ടി. അതിന് നമുക്ക് N2 എന്ന് കൊടുക്കാം. കാരണം ഇവിടെ N1' കൊടുത്തു, ഇവിടെ N1 കഴിഞ്ഞു. അപ്പോൾ പിന്നുള്ളത് N2 എന്ന് കൊടുക്കാം. ആ N2 നിന്ന് എമ്മിലേക്ക് കണക്ട് ചെയ്തു. അത് ട്രൂ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെയുള്ള ഈ ആംഗിൾ നമ്മൾ എന്ത് ചെയ്യുക, മെഷർ ചെയ്യുക. ദാറ്റ് ഈസ് 5. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് പ്രൊസീജിയർ നോക്കാം. ഇവിടെ നമുക്ക് ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഇവിടെ N2 നിന്ന് ഒരു പ്രൊജക്ടർ മേലോട്ട് വരയ്ക്കുക. ഏത് വരെ, M' ലോക്കസ് വരെ. ഇപ്പോൾ ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് ഈ M' സെൻറ്ററും ഈ M' ഇവിടെ N2' റേഡിയസ് ആക്കി എടുത്ത് ഇവിടെ നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം ആർക്കിൽ തന്നെ പോകും, നമ്മൾ ചെയ്തത് കറക്റ്റാണെങ്കിൽ. ഇതാണ് N2 നിന്ന് നമുക്ക് പ്രൊജക്ടർ മേലോട്ട് വരയ്ക്കാം. വരച്ചിട്ടു. ഇതിവിടെ റൊട്ടേറ്റ് ചെയ്താൽ അത് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, അത് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിൽ നിന്ന് നമുക്ക് ആൻസേഴ്സ് കിട്ടി. ഇവിടെ നമുക്ക് തീറ്റ മെഷർ ചെയ്യുക. അങ്ങനെ തീറ്റ മെഷർ ചെയ്യുമ്പോൾ ആംഗിൾ കിട്ടും 16 ഡിഗ്രി എന്ന് കിട്ടും. അതുപോലെ ഇവിടെ 5 മെഷർ ചെയ്യുക. 5 മെഷർ ചെയ്യുമ്പോൾ ആംഗിൾ കിട്ടും നമുക്ക് 37 ഡിഗ്രി എന്ന് കിട്ടും. ഇത്രയാണ് നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് കാണാൻ. ദെൻ ഫിനിഷിംഗ് ടച്ച് ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ ഡയമെൻഷനൊക്കെ ചെയ്യണം. ഡയമെൻഷൻ എഴുതണം. ഇവിടെ ഒന്ന് MM എന്നൊന്നും നമുക്ക് ഇവിടെ എവിടെയും യൂണിറ്റ് ഒന്നും എഴുതാൻ പാടില്ല. അതുകൊണ്ട് ഓൾ ഡയമെൻഷൻസ് ആർ ഇൻ MM എന്ന് എഴുതുക. ദെൻ ഇതിലിപ്പോൾ ഞാൻ ട്രൂ ലെങ്ത്തിൻ്റെ ഡയമെൻഷൻ ഒന്നും കാണിച്ചിട്ടില്ല. പറ്റുമെങ്കിൽ അതൊന്ന് കാണിക്കുക. ഈ M' നിന്നൊരു ലൈൻ വരയ്ക്കുക. N1' എന്നൊരു ലൈൻ വരച്ചിട്ട് ഇവിടെ ഡയമെൻഷൻ ഇട്ടിട്ട് 70 mm എന്ന് ഇവിടെ നിങ്ങൾ എഴുതി കാണിക്കുക. ഓക്കെ, ഇതാണ് ഈ കഴിഞ്ഞ ജൂലൈ 2021 നടന്ന യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനാണിത്. ഇനി അതേ തന്നെ ലൈൻസിൻ്റെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അതും കൂടി ഇപ്പം നമുക്ക് നോക്കാം. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ലൈൻ AB ഈസ് ഇൻ ഫസ്റ്റ് ക്വാഡ്രൻറ്റ്. ഇറ്റ്സ് എൻഡ് A and B ആർ 20 mm and 60 mm in front of VP respectively. The distance between the end projectors is 75 mm. The line is inclined at 30 degree to HP and its HT is 10 mm above XY line. Draw the projection of AB and determine its true length and mark VT. Okay, the traces പ്രോബ്ലം ആണ് തന്നിട്ടുള്ളത്. ലൈൻ AB ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. AB എന്നാണ് ലൈൻ്റെ പേര്. ആ AB എന്ന് പറഞ്ഞ ലൈൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദെൻ അതിൻ്റെ എൻഡ്സ്, AB-യുടെ എൻഡ്സ് ആയ Aയും Bയും എവിടെയാണെന്ന് പറഞ്ഞിട്ട് 20 mm and 60 mm ഇൻ ഫ്രണ്ട് ഓഫ് VP റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞു. VPക്ക് ഇൻഫ്രണ്ടിലാണ് എത്ര, A എന്ന് പറയുന്ന എൻഡ് 20 mm ആണ്, B എന്ന് പറയുന്നത് 60 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് 75 mm വന്നിട്ടുണ്ട്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടർ എത്രയാണ്, അതായത് A', Aയും
ബി ഡാഷ് ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടേഴ്സ് എന്ന് പറയുന്നത്. അത് എത്രയാണ്? 75 mm തന്നിട്ടുണ്ട്. ലൈൻ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത് എത്രയാണ്? 30 ഡിഗ്രി ടു എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തീറ്റ തന്നിട്ടുണ്ട്, 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ദെൻ എച്ച് ടി ഹൊറിസോണ്ടൽ ട്രേസ് തന്നിട്ടുണ്ട് 10 mm എബോവ് എക്സ് വൈ ലൈൻ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, പ്രൊജക്ഷൻ വരയ്ക്കണം, എ ബിയുടെ പ്രൊജക്ഷൻ വരയ്ക്കണം, ട്രൂ ലെങ്ത്തും കണ്ടുപിടിക്കണം, വി ടി മാർക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ട്രൂ ലെങ്ത്ത് നമുക്ക് തന്നിട്ടില്ല അല്ലേ, ട്രൂ ലെങ്ത്ത് തന്നിട്ടില്ല. പക്ഷേ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒന്നും തന്നെ തന്നിട്ടില്ല. ആകെ നമ്മൾ ലൈൻസായ ലൈൻസിൻ്റെ എൻഡായ എയും ബി ഡിയും ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിലുള്ള ഡിസ്റ്റൻസ് മാത്രം തന്നിട്ടുണ്ട്. അതുപോലെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ഷൻ തന്നിട്ടുണ്ട്, ട്രൂ ഇൻക്ലിനേഷൻ ആയിട്ടുള്ള തീറ്റ തന്നിട്ടുണ്ട്, അത്രേ തന്നിട്ടുള്ളൂ. ദെൻ എച്ച് ടിയുടെ കേസും തന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഹിൻറ്റ് തന്നിട്ടുള്ളൂ, ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഗിവൺ ഡാറ്റ എഴുതാം. എന്താണ്? ലൈൻ എ ബി ഫസ്റ്റ് ക്വാർട്ടറിലാണ് തന്നിട്ടുണ്ട്. എൻ്റെ എ 20 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ് തന്നിട്ടുണ്ട്. സോ വി പിക്ക് എന്ന് പറയുമ്പോൾ എക്സ് വൈ താഴെയാണ് നമ്മൾ വരയ്ക്കുക. അതുപോലെ ബി 60 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എക്സ് വൈ താഴെയാണ് ഈ 60 mm എടുക്കുക. ദെൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടറിന് തന്നിട്ടുണ്ട് 75 mm തന്നിട്ടുണ്ട്. അത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ് വൈ ലൈനിൽ വരയ്ക്കുമ്പോൾ എ ഡാഷും എയും ബി ഡാഷ് ബിയും രണ്ട് പ്രൊജക്ഷനാണല്ലോ, ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണല്ലോ. ആ ഫ്രണ്ട് വ്യൂവും ടോപ്പ് വ്യൂവും തമ്മിലുള്ള ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് എത്രയായിരിക്കും? അത് 75 mm തന്നിട്ടുണ്ട്. ദെൻ തീറ്റ 30 ഡിഗ്രി തന്നിട്ടുണ്ട്. എച്ച് ടി ഹൊറിസോണ്ടൽ ട്രേസ് എങ്ങനെയാണ്? 10 mm എബോവ് എക്സ് വൈ ലൈൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ് വൈ ലൈൻ്റെ മുകളിൽ 10 mm ഈ ഹൊറിസോണ്ടൽ ട്രേസ് നടക്കുന്നത് ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ട്രൂ ലെങ്ത്ത് നമുക്ക് വെർട്ടിക്കൽ ട്രേസും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ആദ്യം തന്നെ എക്സ് വൈ ലൈൻ വരച്ചു. എക്സ് വൈ ലൈൻ വരച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എൻഡ് എയും ബിയും ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്യാൻ പോകുന്നത്. എൻഡ് എയും ബിയും നമുക്ക് മാർക്ക് ചെയ്യാം. ആദ്യം എൻഡ് എ മാർക്ക് ചെയ്തു. എത്രയാണ്? ഇത് ട്രേസസ് ഉണ്ട്. അപ്പോൾ ഈ എക്സ് വൈ ലൈൻ വരച്ചിട്ട് എക്സ് വൈ ലൈനിന്ന് എക്സിൻ്റെ അടുത്ത് കൊണ്ടിട്ട് എ എന്ന പോയിന്റ് മാർക്ക് ചെയ്യരുത്. കാരണം ട്രേസ് വരയ്ക്കുമ്പോൾ നമുക്ക് വരയ്ക്കാൻ സ്ഥലം ഉണ്ടാവണം. അപ്പോൾ ഒരു കൺവീനിയൻറ്റ് ഡിസ്റ്റൻസ് എടുത്തു. ദെൻ നമ്മൾ എ എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്തു. എക്സ് വൈ ലൈനിന്ന് 20 mm താഴോട്ട് എടുത്തിട്ട് എ എന്ന് മാർക്ക് ചെയ്തു. കാരണം അത് ടോപ്പ് വ്യൂ ആണല്ലോ, മാർക്ക് ചെയ്തു. അത് അപ്പോൾ തന്നെ അവിടെ ലോക്കസും വരച്ചു. ലോക്കസ് സെറ്റ് എ എന്ന് നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ബി ആണ് മാർക്ക് ചെയ്യേണ്ടത്. ബി എത്രയാണ്? 60 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പി ആണ്. അപ്പോൾ അത് നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എവിടെയാണ് അത് ഫിക്സ് ചെയ്യേണ്ടതെന്ന് അറിയണം. അതെങ്ങനെ അറിയാം? കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻ്റെ പ്രൊജക്ടർ എത്രയാണ്? 75 mm തന്നിട്ടുണ്ട്. സോ നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ എയുടെ പ്രൊജക്ഷൻ കിട്ടിയിട്ടുണ്ട്, ഇവിടെയാണ്. അപ്പോൾ എക്സ് വൈ ലൈനിൽ എന്ന് സ്റ്റാർട്ട് ചെയ്ത പ്രൊജക്ഷൻ്റെ ഇവിടെ എടുക്കുക. ഇവിടെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നിന്ന് 75 mm ഡിസ്റ്റൻസ് എലോങ് എക്സ് വൈ ലൈൻ എടുക്കുക. ആ 75 mm ഡിസ്റ്റൻസ് കിട്ടുമല്ലോ, അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? 60 mm ഇൻ ഫ്രണ്ട് ഓഫ് വി പിയിൽ പോയിന്റ് മാർക്ക് ചെയ്യുക. അതായത് എക്സ് വൈ ലൈനിൽ നിന്ന് താഴോട്ട് 60 mm ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് ആയിരിക്കും എന്ത്? ബി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇതാ എയിൽ നിന്ന് 75 mm ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തു. കാരണം ആസ് പെർ ക്വസ്റ്റ്യൻ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എൻഡ് പ്രൊജക്ടർ 75 mm തന്നിട്ടുണ്ട്. അപ്പോൾ എയും ബിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് 75 mm. അപ്പോൾ എയിൽ നിന്ന് 75 mm എലോങ് എക്സ് വൈ ലൈൻ 75 mm എടുത്തു. ആ പോയിന്റ് കിട്ടും എക്സ് വൈ ലൈനിൽ. അവിടെ നിന്ന് താഴോട്ട് എക്സ് വൈ ലൈനിൽ താഴോട്ട് 60 mm ഒരു ഡിസ്റ്റൻസ് എടുത്തു, പ്രൊജക്ടർ വരച്ചു. അപ്പോൾ ആ പോയിൻ്റാണ് എന്ത്? ബി എന്ന് പറയാം. അപ്പോൾ തന്നെ അവിടെ ലോക്കസ് വരച്ചിട്ടു. ലോക്കസ് സെറ്റ് ബി എന്ന് നമ്മളവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ എയും കിട്ടി, ബിയും കിട്ടി. എയും ബിയും നമുക്ക് കണക്ട് ചെയ്യാമല്ലോ. അപ്പോൾ എയും ബിയും കണക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ടോപ്പ് വ്യൂ കിട്ടി. ആ എയും ബിയും നമ്മൾ എന്ത് ചെയ്തു? കണക്ട് ചെയ്തപ്പോൾ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമ്മൾക്ക് എന്താ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ വേറെ തന്നിട്ടുള്ളത് എന്താണ്? ഹൊറിസോണ്ടൽ ട്രേസ് 10 mm എബോവ് എക്സ് വൈ ലൈനാണ് തന്നിട്ടുണ്ട്. അതുപോലെ തീറ്റ 30 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 10 mm ഹൊറിസോണ്ടൽ ട്രേസ് നമുക്കവിടെ മാർക്ക് ചെയ്തിടാം. ഹൊറിസോണ്ടൽ ട്രേസ് എക്സ് വൈ ലൈനിൻ്റെ മുകളിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് വൈ ലൈൻ ഉണ്ട്. എക്സ് വൈ ലൈനിൻ്റെ മുകളിലേക്ക് 10 mm എടുത്തിട്ട് നമ്മളൊരു ജസ്റ്റ് ഒരു ലോക്കസ് എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ 10 mm വരച്ചിട്ട് ഒരു ലോക്കസ് വരച്ചിട്ടു. ആ ലോക്കസ് ആണ് എന്ത്? ലോക്കസ് സെറ്റ് എച്ച് ടി. ആ ഡിസ്റ്റൻസ് എത്രയാണ്? 10 mm ജസ്റ്റ് വരച്ചിട്ടു. ഓക്കെ, ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇവിടെ എച്ച് ടി നമ്മൾ വരച്ചിട്ടിട്ടുണ്ട്. അതെങ്ങനെ ആ ലൈനിൽ എന്ത് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ട്രേസസ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചൊരു കാര്യമുണ്ട്. ടോപ്പ് വ്യൂ വി എച്ച് ടി കൊലീനിയർ ആയിരിക്കുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. സെയിം ലൈനിലായിരിക്കുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ട്രേസസ് വരയ്ക്കുമ്പോൾ ഈ ടോപ്പ് വ്യൂവിനെ നമ്മൾ എക്സ് വൈ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ആ എക്സ് വൈ ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിന് നമ്മൾ വി എന്നാണ് കൊടുക്കുക. ദെൻ എഗെയിൻ അത് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എച്ച് ടിയും കിട്ടും അല്ലേ. അതായത് വിയിൽ നിന്ന് നമ്മൾ എച്ച് ഡാഷിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോഴാണ് എച്ച് ടി കിട്ടുക. അപ്പോൾ നമ്മൾ ട്രേസിൽ പഠിച്ചൊരു കാര്യമായിരുന്നു ഈ കാര്യം. ടോപ്പ് വ്യൂ, അതായത് ഇതാണ് ടോപ്പ് വ്യൂ. അതുപോലെ വി, ഇതാണ് വിയും എച്ച് ടിയും എന്താണ്?
സെയിം ലൈനിലായിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിവിടെ ഹൊറിസോണ്ടൽ ട്രേസ് എവിടെയാണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ട് എത്രയാണ് 10 mm XY ലൈനാണ് പറഞ്ഞത്. അപ്പോൾ XY ലൈനിൻ്റെ മുകളിൽ 10 mm ഡിസ്റ്റൻസിൽ നമ്മളൊരു ലോക്കസ് ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓൾറെഡി ടോപ്പ് വ്യൂ ഉണ്ട്. ആ ടോപ്പ് വ്യൂവിനെ നമ്മൾ XY ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ XY ലൈനിൽ ടച്ച് ചെയ്ത പോയിന്റ് നമുക്ക് എന്തെന്ന് കൊടുക്കാം, V എന്ന് കൊടുക്കും. ദെൻ ആ ലൈനിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തപ്പോൾ നമ്മളിവിടെ വരച്ച ഹൊറിസോണ്ടൽ ട്രേസിൻ്റെ ലോക്കസ് ഉണ്ട്, ലോക്കസിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു, അതിന് നമുക്ക് HT എന്നും കൊടുക്കാം. അപ്പോൾ നമുക്കിവിടെ HT കിട്ടി. അപ്പോൾ നമ്മളിവിടെ പഠിച്ച കോൺസെപ്റ്റാണ് അറിയേണ്ടത്, ടോപ്പ് വ്യൂ VHT സെയിം ലൈനിൽ. ആ കോൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മളിവിടെ ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി എന്താ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നോക്കുക. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് നമുക്ക് തീറ്റ തന്നിട്ടുണ്ട് അല്ലേ, തീറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ട്രേസസിൽ തന്നെ വേറെ കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ട്. ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ജനറേറ്റ് ചെയ്യുന്നത് എവിടെ നിന്നാണ്, HTയിൽ നിന്നാണ് തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ ജനറേറ്റ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ HT കിട്ടിയിട്ടുണ്ടല്ലോ, ഇതൊരു ലൈൻ അല്ലേ, ടോപ്പ് വ്യൂ VHT എന്ന് പറഞ്ഞാൽ സെയിം ലൈനാണ് അല്ലേ, അവിടെ HTയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രൊട്രാക്ടർ എടുക്കുക, പ്രൊട്രാക്ടർ സെൻറ്റർ നമ്മൾ ഈ HTയിൽ പ്ലേസ് ചെയ്യുക. തീറ്റ നമുക്ക് തന്നിട്ടുണ്ട് 30 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അപ്പോൾ ഈ HTയിൽ നമ്മൾ പ്രൊട്രാക്ടർ പ്ലേസ് ചെയ്തിട്ട് സെൻറ്റർ പ്ലേസ് ചെയ്തിട്ട് 30 ഡിഗ്രിയിൽ ഇവിടെ നിന്നൊരു ലൈൻ വരയ്ക്കുകയാണ്. ഓക്കെ, HTയിൽ നിന്നാണ് തീറ്റ ജനറേറ്റ് ചെയ്യണമെന്ന കോൺസെപ്റ്റാണ്. ഓക്കെ, ആ കോൺസെപ്റ്റ് വെച്ചിട്ട് ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് HT V ടോപ്പ് വ്യൂ ലൈസ് ഓൺ ദ സെയിം ലൈൻ, പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ HTയിൽ നിന്ന് പ്രൊട്രാക്ടർ വെച്ചിട്ട് 30 ഡിഗ്രിയിൽ ഒരു ലൈൻ വരച്ചു, അതായത് തീറ്റ 30 ഡിഗ്രി അതിലൊരു ലൈൻ വരച്ചു. അപ്പോൾ ലൈൻ വരച്ചിട്ടു, ജസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടു. ഇത് നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്, ഈ ലൈനിലാണ് എന്ത് ലൈ ചെയ്യുക, ട്രൂ ലെങ്ത്ത് ഈ ലൈനിലാണുള്ളത്. അപ്പോൾ ഈ ട്രൂ ലെങ്ത്ത് നമുക്ക് ഈ ലൈനിൽ കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കാം, ഇവിടെ നമുക്ക് ഓൾറെഡി ടോപ്പ് വ്യൂ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, നമുക്ക് പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അറിയാം. പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് എന്താണ്, നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചിട്ടാണ് ചെയ്യുക അല്ലേ. ഇപ്പോൾ ഇവിടെ ടോപ്പ് വ്യൂ ഉണ്ട്, ഈ ടോപ്പ് വ്യൂവിൽ നിന്ന് ടോപ്പ് വ്യൂവിൻ്റെ 2 എൻഡ്സ് ഉണ്ട്, എയും ബിയും ഉണ്ട്. എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം, അതായത് ഈ ടോപ്പ് വ്യൂ ആയിട്ടുള്ള AB എന്ന് പറഞ്ഞ ലൈനിന് AB-ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. അതുപോലെ ബിയിൽ നിന്നും AB എന്ന് പറഞ്ഞ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈൻ വരയ്ക്കുമ്പോൾ നമ്മളിവിടെ HTയിൽ നിന്ന് 30 ഡിഗ്രിയിൽ വരച്ച ലൈൻ ഉണ്ടല്ലോ, ആ ലൈനിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് എന്താണ്, ഇവിടെ എയും B എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടും. ആ 2 പോയിൻറ്റ്സ് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടണമായിരിക്കും എന്ത്, ട്രൂ ലെങ്ത്ത്. ഓക്കെ, ടോപ്പ് വ്യൂവിൻ്റെ A എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു, ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരച്ചു. അതുപോലെ B എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഒരു പെർപെൻഡിക്കുലർ വരച്ചപ്പോൾ നമ്മളിവിടെ തീറ്റീന്ന് വരച്ച ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്തു. ഇവിടെ ഇൻ്റർസെക്ഷൻ കിട്ടി, ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്തു. ആ പോയിൻറ്റിൻ്റെ പേര് എന്ത് കൊടുക്കാം, പ്ലെയിൻ റൊട്ടേഷൻ മെത്തേഡ് അല്ലേ. അപ്പോൾ ഇതാണ്, ഈ ലൈനാണ് എന്ത്, ഈ ലൈനാണ് നമ്മൾ എന്ത്, ട്രൂ ലെങ്ത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ A എന്നും ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ B എന്നും നമ്മൾ കൊടുക്കും. ക്യാപിറ്റൽ ലെറ്റർ A ക്യാപിറ്റൽ ലെറ്റർ B എന്ന് കൊടുക്കും. ഓക്കെ, ദെൻ ഇതിനെന്ത് ചെയ്യുക, നമുക്ക് തിക്കൻ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു പാർട്ട് കിട്ടി, ഇത് തിക്കൻ ചെയ്യുക, കാരണം ഇത് പ്രൊവിഷനാണല്ലേ, ട്രൂ ലെങ്ത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് ട്രൂ ലെങ്ത്ത് നമുക്ക് കിട്ടി. അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ട്രേസസ് കാണാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് VT കാണണം അല്ലേ. ഇപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂവിൻ്റെ കേസിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്തിട്ടും ഇല്ല. അപ്പോൾ അത് നമുക്ക് ചെയ്യണം. അതെങ്ങനെയെന്ന് നോക്കാം. നമ്മൾക്കറിയാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്, ബിയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് നമ്മൾ ഇതൊരു റിവേഴ്സ് പ്രൊസീജിയറാണ് പ്ലെയിൻ റൊട്ടേഷനിൽ ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണ് പ്ലെയിൻ റൊട്ടേഷൻ ചെയ്യേണ്ടതെങ്കിൽ നമുക്കിവിടെ XY ലൈൻ്റെ മുകളിൽ ഇപ്പോൾ A' എന്ന് പറഞ്ഞൊരു ഡിസ്റ്റൻസ് ഉണ്ടാവും, അതുപോലെ ഇവിടെയും B' ഡിസ്റ്റൻസ് ഉണ്ടാവും. ആ ഡിസ്റ്റൻസ് എടുത്തിട്ടാണ് നമ്മളിവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസാണ് ഇപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സർക്കിൾ സ്മോൾ ലെറ്റർ A ടു ക്യാപിറ്റൽ ലെറ്റർ A എന്നുള്ള ആ ഡിസ്റ്റൻസിലുള്ള ലൈനിനെ ഒരു സർക്കിൾ ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ സ്മോൾ ലെറ്റർ B ടു ക്യാപിറ്റൽ ലെറ്റർ B എന്നുള്ള ആ ഡിസ്റ്റൻസിന് ഒരു ക്രോസ് ഇട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസുകൾ എവിടെയാണ്, ഈ XY ലൈനിൽ നിന്ന് ഇവിടെയും വരേണ്ടതാണ്. അതുപോലെ ഇവിടെ XY ലൈനിൽ നിന്ന് ഈ ഡിസ്റ്റൻസ് XY ലൈനിൻ്റെ ഇവിടെ നിന്ന് ബിയുടെ പ്രൊജക്ഷനിൽ നിന്ന് വരേണ്ടതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണു, ഈ A ടു A എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നോക്കുക. ആ ഡിസ്റ്റൻസ് നമ്മൾ നേരെ XY ലൈനിൽ എയുടെ പ്രൊജക്ഷൻ ഇതല്ലേ, ഇവിടെ നിന്ന് അത് നേരെ ഇങ്ങോട്ട് വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്തിരുന്നു. അതേപോലെ B ടു B വരെയുള്ള ഡിസ്റ്റൻസ് നോക്കുക. ആ ഡിസ്റ്റൻസ് നേരെ എടുത്തു, XY ലൈനിൻ്റെ ഇവിടെ ഉണ്ട്, ഇവിടെ നിന്ന് അത് നേരെ വെർട്ടിക്കലായിട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ ഏത് ലൈനാണ് ഇട്ടെന്ന് അറിയാനാണ് ഇവിടെ നമ്മൾ സർക്കിൾ സിമ്പിൾ കൊടുത്തിട്ടുള്ള അതേ സിമ്പിൾ നമ്മളിവിടെ കാണിക്കുന്നു. ഇവിടെ നിന്ന് XY ലൈനിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ്. സിമിലർലി ഇവിടെയുള്ള ഈ XY ലൈനിൽ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഈ ഡിസ്റ്റൻസ്. ഓക്കെ, അതിട്ടു, ആ ക്രോസ് ഇട്ടു, ആ ഡിസ്റ്റൻസ് എത്രയാണ് മെഷർ ചെയ്തിട്ടു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്ന പോയിൻ്റ് എന്താ, ഇത് എയിൽ നിന്നുള്ള പ്രൊജക്ഷൻ അല്ലേ, ഇവിടെ നമുക്ക് A' കൊടുക്കാം. ഇത് ബിൻ്റെ പ്രൊജക്ഷൻ അല്ലേ, ഇത് ഈ ലൈന്, അതിനെ B' കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് A'-ഉം B'-നും എന്ത് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഫ്രണ്ട് വ്യൂവും കിട്ടും. ഓക്കെ, അത് കണക്ട് ചെയ്തു. കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്, ഫ്രണ്ട് വ്യൂ നമുക്ക് കിട്ടി.
ഫ്രണ്ട് വ്യൂ കിട്ടി. ഇനി നമുക്കെന്താ ഇവിടെ വി ടി കാണണം. വി ടി കാണണമെങ്കിൽ നമുക്കെന്താ ട്രൂ ലെങ്ത് അറിയണം, ട്രൂ ലെങ്ത് കണ്ടുപിടിക്കണം. വി ടി കാണാൻ നമുക്കിവിടെ ഫ്രണ്ട് വ്യൂ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിന് നമുക്ക് എന്ത് ചെയ്യുക, ഫ്രണ്ട് വ്യൂവിനെ വി ടി കാണണമെങ്കിൽ എന്താണ് ആദ്യം എച്ച് ഡാഷ് കണ്ടുപിടിക്കണം അല്ലേ. എച്ച് ഡാഷ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുക, ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുക. എങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക, എക്സ് വൈ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ എക്സ് വൈ ലൈനിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എക്സ് വൈ ലൈനിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടാകും, അതാണ് എന്ത് എച്ച് ഡാഷ്. ഓക്കെ, അതാണ് എച്ച് ഡാഷ് ഉണ്ടാവുക. അപ്പോൾ നമുക്കത് കാണാനായിട്ട് ആദ്യം നമ്മൾക്ക് ഇവിടെ ട്രൂ ലെങ്ത്ത് ഡിറ്റർമൈൻ ചെയ്യാം. ട്രൂ ലെങ്ത്ത് ഡിറ്റർമൈൻ ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഇവിടെ എ ഡാഷിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരയ്ക്കണം, അതുപോലെ ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കണം. അപ്പോൾ എ ഡാഷിൽ നിന്ന് വരയ്ക്കേണ്ട പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കണം, ഇവിടെ ഈ എക്സ് വൈ ലൈനിൽ നിന്ന് എ വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കണം അല്ലേ. അതേപോലെ ഇവിടെ എക്സ് വൈ ലൈനിൽ നിന്ന് ബി എന്നുള്ള ഡിസ്റ്റൻസ് എത്രയാണോ അതാണ് ഇവിടെ ബി ഡാഷിൽ നിന്ന് പെർപെൻഡിക്കുലർ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യം ഇവിടെ എക്സ് വൈ ലൈനിൽ നിന്ന് എയിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോട്ട് ചെയ്യണു. അത് നമ്മളിവിടെ ഈക്വൽ സൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് നേരെ ഇവിടെ എയിൽ നിന്ന് പെർപെൻഡിക്കുലർ വരച്ചു. അതേപോലെ എക്സ് വൈ ലൈനിൽ നിന്ന് ബി വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിയാൽ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ സിമ്പിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് നേരെ എടുത്തിട്ട് ഇവിടെ ബി ഡാഷിൽ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ 2 എൻഡ്സ് കിട്ടി. ഈ 2 എൻഡ് നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 2 എൻഡ് നമ്മൾ എന്ത് ചെയ്യണു, കണക്റ്റ് ചെയ്യണു. ആ 2 എൻഡും കണക്ട് ചെയ്തു. കണക്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ആ 2 എൻഡും കണക്ട് ചെയ്തപ്പോൾ ഇവിടെ എയും ബിയും കിട്ടി, അതാണ് ട്രൂ ലെങ്ത്ത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ നമ്മൾക്ക് ഇവിടെ ഓൾറെഡി ഫ്രണ്ട് വ്യൂ ഉണ്ട്. ആ ഫ്രണ്ട് വ്യൂവിനെ നമ്മൾ നേരെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ എക്സ് വൈ ലൈനിൽ കിട്ടിയിട്ടുണ്ടാവും, അതാണ് എന്ത് എച്ച് ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ്. അതാണ് എച്ച് ഡാഷ് എന്ന് പറയുന്ന പോയിൻ്റ്. ഇവിടെ നമ്മൾ ഓൾറെഡി എച്ച് ടി മാർക്ക് ചെയ്തിട്ടിട്ടുണ്ടാവും. ആ എച്ച് ഡാഷിൽ നിന്നൊരു വെർട്ടിക്കൽ ലൈൻ വരച്ചാൽ നമ്മൾ ഈ വരച്ച കറക്റ്റ് എച്ച് ടിയിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളിവിടെ വി മാർക്ക് ചെയ്ത് ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആ വിയിൽ നിന്ന് നിങ്ങളൊരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത ലൈൻ ഉണ്ടാവുമല്ലോ, ലൈനിൽ ചെന്ന് ടച്ച് ചെയ്യും. ടച്ച് ചെയ്യണ പോയിൻറ്റിനെ നമുക്ക് എന്തെന്ന് കൊടുക്കുക, വെർട്ടിക്കലി വരയ്ക്കുമ്പോൾ ടച്ച് ചെയ്യണ പോയിൻ്റാണ് എന്ത് വി ടി. അപ്പോൾ വി ടിയും കിട്ടി. ഓക്കെ, നമുക്കിവിടെ ഓൾറെഡി ഇവിടെ ട്രൂ ലെങ്ത്ത് വരച്ചിട്ടുണ്ടാവും. നിങ്ങളിവിടെ എ വരെ വരച്ചിട്ടുണ്ടാവുള്ളൂ. നമ്മൾ വരച്ചത് കറക്റ്റാണെങ്കിൽ നമ്മൾ എയിൽ നിന്ന് വരച്ച ലൈനിനെ നേരെ എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ വി ടിയിൽ ചെന്ന് ഇൻ്റർസെക്റ്റ് ചെയ്യും. ഈ വി ടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ എയിലേക്ക് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ഒരു ആംഗിളിൽ തന്നെ പോവും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യുക, ഈ വി ടിയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന ആംഗിൾ ആണെന്ത് ഫൈ, ശരിയല്ലേ, ഫൈ കിട്ടും. നമുക്ക് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ള എന്താണ്, വി ടി എത്രയാണെന്ന് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വി ടി എത്രയെന്ന് പറയുമ്പോൾ വി ടു വി ടി ഡിസ്റ്റൻസ് ആണ്. അത് നമ്മളിവിടെ മെഷർ ചെയ്യുക. വി ടു വി ടി എത്രയാണെന്ന് മെഷർ ചെയ്യുക. മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണം 13 mm എന്ന് കിട്ടണം. ഓക്കെ, 13 mm കിട്ടണം. ദെൻ അതുകൂടാതെ വേറെ ട്രൂ ലെങ്ത്ത് കാണാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്രൂ ലെങ്ത്ത് മെഷർ ചെയ്യുകയാണെങ്കിൽ ട്രൂ ലെങ്ത്ത് എന്താണ്, എ ബി ആണ് ട്രൂ ലെങ്ത്ത് അല്ലേ. ഇത് മെഷർ ചെയ്യുക, അതുപോലെ ഇതും ഇവിടെയുള്ള എ ബിയും മെഷർ ചെയ്യുക അല്ലേ. 2 ട്രൂ ലെങ്ത്ത് ആണ്, സെയിം ലെങ്ത്ത് ആയിരിക്കണം. അത് എത്രയാണ്, അപ്രോക്സിമേറ്റ്ലി നിങ്ങൾക്കൊരു 98 mm കിട്ടണം. ഇതാണ് ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. ജൂലൈ 2021 യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച മൊഡ്യൂൾ 1 പ്രൊജക്ഷൻ ഓഫ് ലൈൻസിലെ 2 ക്വസ്റ്റ്യനാണ്. ഓക്കെ, താങ്ക് യു.